മുസാഫിർ മുസാഫിർ ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കാം ബ്രദർ, കേൾക്കാം. ഓക്കെ. ഞാൻ നേരത്തെ ഒരു അർജന്റ് ആയി പോയതാണ്. അപ്പോ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നിരുന്ന പോയിന്റ് ഇതായിരുന്നു. ഇവിടെ മാരിയോ വെച്ച ആർഗ്യുമെന്റ് എന്താണ്? ഞാൻ അറബി നാട്ടിൽ പോയാൽ അള്ളാ എന്ന് വിളിക്കും. ഒരിക്കലും മാരിയോ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന അള്ളാഹ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അറബി ദേവനായ അല്ലെങ്കിൽ ഖുറൈശി ദേവനായ അള്ളാഹു ആണെന്ന് ഒരിക്കലും മാരിയോ പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ അറബി ക്രൈസ്തവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അള്ളാ എന്ന് വിളിക്കും. അതെന്താണ് കാരണം? അല്ല, അവർ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ എവിടെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ പറയുന്നത്? ഞാൻ അറബി നാട്ടിൽ പോയാൽ അവരെ മുന്നിൽ ഇൻഷാ അള്ളാ ഇനിയും പറയും. ഞാൻ അത് മറുപടി കൊടുത്ത വീഡിയോയുടെ അകത്ത് സമർത്ഥി അങ്ങനെയല്ല പറയുന്നത്. ഇൻഷാ അല്ലാ എന്ന് ആർക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് തെറ്റ്. അങ്ങനെ പറയാത്തവർ കുമ്പസാരിക്കണമെന്നാണ് പറഞ്ഞത്. വീഡിയോ കേൾപ്പിക്കണോ? അങ്ങനെയാണ് ഞാൻ കണ്ട വീഡിയോ. ഓക്കെ. അതിനോട് താങ്കളുടെ അഭിപ്രായം എന്നാ? ഞാൻ വീഡിയോ കേൾപ്പിച്ചുതരാം, ഒരു സെക്കൻഡ്. നമ്മൾ എന്തിനാണ് ഞാൻ കേട്ടത് ഇങ്ങനെയായിരുന്നു. അല്ല, നമ്മൾ അല്ല, ഇല്ലാത്ത കാര്യം കേൾക്കരുത്. കേൾക്കാം. മാരി ജോസഫ് മുസാഫിർ, ഒരു സിമ്പിൾ ചോദ്യം. എന്തിനു വേണ്ടി അദ്ദേഹം ഇത് മലയാളികൾക്കിടയിൽ പറയുന്നു? ഇവിടെ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഇവിടെ പരമ്പരാഗത ഉപയോഗിക്കാവുന്ന കത്തോലിക്കൻ എന്ന നിലയിൽ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം, പ്രൈസ് ദി ലോർഡ് എന്ന് പറയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇത് ക്രിസ്ത്യാനിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഓക്കെ സെബാസ്റ്റ്യൻ ബ്രദർ, കാണിച്ചോ. ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കുക ബ്രദറെ. കഴിഞ്ഞതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. എന്താണ് ഈ അസ്സലാമു അലൈക്കും? ഈ അസ്സലാമു അലൈക്കും എന്നത് ഇത് ഞാൻ ക്ലബ് ഹൗസിലേക്ക് പറയുകയാണെ, ഒന്ന് ഡിസ്പ്ലേ കേൾപ്പിക്കുകയാണ്. മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം ക്ലബ് ഹൗസിലേക്ക് കേൾക്കണമെങ്കിൽ. ഇവിടെ സൗണ്ട് ഇച്ചിരി കുറവായിരുന്നു. ഓക്കെ ബ്രദറെ, ഇനി ആരും സംസാരിക്കരുത് ക്ലബ് ഹൗസിൽ. സംസാരിച്ചു കഴിഞ്ഞാൽ എക്കോ ആവും. ഈ അസ്സലാമു അലൈക്കും എന്നത് ക്രിസ്ത്യാനി പറയാൻ പാടുണ്ടോ, പറഞ്ഞാൽ തെറ്റാണോ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ പറയുന്നു, ക്രിസ്ത്യാനി അത് പറയണമെന്ന് മാത്രമല്ല പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ്. അതെ, അറബി നാട്ടിൽ പോയി പറയുന്ന കാര്യമല്ല പുള്ളി പറയുന്നത്. ക്രിസ്ത്യാനി അത് പറഞ്ഞില്ലെങ്കിൽ തെറ്റാന്നാ പറയുന്നത്. പറഞ്ഞില്ലെങ്കിൽ വേണം കുമ്പസാരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ വചനം തന്നെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു അറബിയിലാണ് സംസാരിച്ചതെങ്കിൽ അസ്സലാമു അലൈക്കും എന്നായിരിക്കും. അതിന്റെ അറബി തർജ്ജമയിൽ പോലും അസ്സലാമു അലൈക്കും എന്നുള്ളൊരു പ്രയോഗമില്ല. അൽ സലാമു അലൈക്കും. ഈ അസലാമു എന്ന് പറഞ്ഞാൽ അൽ സലാമാണ്. അൽ സലാമു അലൈക്കും എന്നൊരു പ്രയോഗം അതിന്റെ അറബി പരിഭാഷയെ പോലും ഇല്ല. യേശു ക്രിസ്തു അറബി സംസാരിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് അതങ്ങ് പറയുന്നത്? ഷലോം എന്നുള്ളതിന്റെ പരിഭാഷ അൽ സലാം അല്ല. അൽ സലാം വെച്ചാൽ ദ സലാമാണ്. ദ സലാം. അവിടെ ആർട്ടിക്കിൾ ഉണ്ട്. ഷലോം എന്നുള്ളതിൻ്റെ പരിഭാഷ സലാം എന്നുണ്ട്. പക്ഷേ അൽ സലാം എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ആളെ കുറിക്കുന്ന പദമാണ്. അത് ഖുറൈശികളുടെ ദേവനായ അല്ലാഹിൻ്റെ മറ്റൊരു പേരാണ് അൽ സലാം. അപ്പം അത് യേശുക്രിസ്തുവിൽ ആരോപിക്കുകയും ഇദ്ദേഹം പറയുന്ന ക്രിസ്ത്യാനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ക്രിസ്ത്യാനി മാപ്പ് പറയണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഇൻഷാ അള്ളയും പറയുന്നത്. രണ്ടാമത്, കുറച്ചു നാളുകൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഒരു കോവിഡിനും 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്, പ്രളയകാലത്ത്, അതായത് മഹാപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പാന്ന് തോന്നുന്നു, 2017 ഞാനും ജിജിയും കൂടെ ഒരു ലൈവ് വീഡിയോ എടുക്കും. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ജിജി പറഞ്ഞു ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. എന്റെ അമ്മോ, എന്തൊരു പുകില്! ജിജി മാപ്പ് പറയണം, മാരിയോ മാപ്പ് പറയണം, നാട്ടുകാർ മാപ്പ് പറയണം. എന്തായിരുന്നു അല്ലേ? അന്ന് ഞാൻ അതിന് സോറി അമ്മോ, എന്തൊരു പുകില്! ജിജി മാപ്പ് പറയണം, മാരിയോ മാപ്പ് പറയണം, നാട്ടുകാർ മാപ്പ് പറയണം. എന്തായിരുന്നു അല്ലേ? അല്ല, ഈ വീഡിയോ ചെയ്ത അറബികളുടെ അടുക്കൽ അറബി ഭാഷയിലല്ലല്ലോ, മലയാളികളുടെ അടുക്കലല്ലേ ജിജി സിസ്റ്റർ ഇൻഷാ അല്ലാ പറഞ്ഞത്. അതിന് വ്യാഖ്യാനമൊന്നും കൊടുത്താൽ മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അറിവിന് പരിണാമമുണ്ടേ, അറിവിന് കുറച്ച് കാലതാമസം എടുക്കും. ഒരു 8 വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നു. ഒരു തെറ്റുമില്ല ഇൻഷാ അല്ലാ പറഞ്ഞതിൽ, ഒരു തെറ്റുമില്ല. മാത്രമല്ല, പറ്റുമെങ്കിൽ അത് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനമല്ല, ഞാൻ വായിച്ചോട്ടെ. എന്നിട്ട് ഇൻഷാ അൽ റബ്ബെന്ന് വേണമെങ്കിൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ബൈബിളിലെ കർത്താവിന് ഹിതമായാൽ എന്ന പ്രയോഗമെടുത്തിട്ട് ആ കർത്താവിനെ പുള്ളി മാറ്റി ഇൻഷാ അള്ളായാക്കി പുള്ളി ഉടായ്പ് കാണിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ
ബ്രദറെ, ഇത് അറബി നാട്ടിൽ പോയി പറയുന്ന കാര്യമല്ല, ക്രൈസ്തവരത് പറഞ്ഞിരിക്കണം. മലയാള നാട്ടിലെ കാര്യമല്ലേ പുള്ളി പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ, അദ്ദേഹം ചെയ്ത വീഡിയോന്റെ ഇല്ല, വേറെ വീഡിയോ ഇല്ല അല്ല മുസാഫിർ. അല്ല മുസാഫിറെ, ഈ വീഡിയോ പ്രകാരം അല്ല, മറ്റേ വീഡിയോ പുള്ളി അറബി നാട്ടിൽ പോയി പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. അറബി നാട്ടിൽ പോയി പറയണോ വേണ്ടയോ എന്നുള്ള വേറെ വിഷയം. നമ്മുടെ മലയാളികളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഷാല്ലാ എന്ന് പറഞ്ഞ കാര്യം മലയാളികളുടെ വീഡിയോ ഇടയിൽ ഇപ്പൊ അറബി നാട്ടിൽ ഒത്തിരി കാലം വർക്ക് ചെയ്തവര് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകാൻ, അങ്ങനെ അവരെപ്പോഴും കേൾക്കുന്ന കാര്യമുണ്ട്, നോർമലി ഒന്ന് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പോട്ടെ, ഇദ്ദേഹത്തിന്റെ വൈഫ് അറബി നാട്ടിൽ എവിടെയെങ്കിലും ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ ഇപ്പം മാരിയോ ജോസഫ് ഇൻഷാല്ലാ എന്നറിയാതെ പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ഓക്കെ, പുള്ളി മുസ്ലിമായിട്ട് ഇമാമാക്കിയിട്ട് ജീവിച്ച് 10 വർഷം വരെ ജീവിച്ച ഒരാളാണ്. ചിലപ്പോൾ പഴയ ഓർമ്മയ്ക്ക് ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടാവും, ദാറ്റ്സ് ഫൈൻ. അതിനകത്ത് വലിയ കാര്യമൊന്നും ആരും പറയുന്നില്ല. അതൊരു ഒരു വാക്ക് വഴി ആർക്കും വരാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അത് പറയേണ്ട കാര്യമില്ല. കാര്യം കന്യാസ്ത്രീ മഠത്തിൽ ജീവിച്ച പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് അവരുടെ ജീവിതത്തിൽ വരേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അത് മലയാളികളോടുള്ള പ്രസംഗത്തിലാണ് ഈ ഇൻഷാല്ലാ പറഞ്ഞത്, അല്ല അറബികളോടുള്ള പ്രസംഗത്തിലല്ല. എൻ്റെ പുള്ളി അതിനെ ന്യായീകരിക്കുകയാണ്. ഇൻഷാല്ലാ എന്ന് പറഞ്ഞിരിക്കണം, ക്രൈസ്തവം പറഞ്ഞില്ലെങ്കിലാണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ വാക്യം വളച്ചൊടിച്ച് ഇൻഷാല്ലാ ഉണ്ടാക്കുകയാണ് പുള്ളി ചെയ്തത്. അത് ന്യായമാണോ അല്ലയോ? അറബി നാട്ടിൽ പറഞ്ഞാലും നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇതിനകത്ത് കേരളത്തിലെ കാര്യം പറ. ഓക്കെ. ഇതിൽ അസ്സലാം എന്ന് പറയുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീക്ക് അറബ് ക്രിസ്ത്യൻസിന്റെ പ്രാർത്ഥന കേട്ടു. അതിൽ പറയുന്നത് അസ്സലാമു അലൈക്കി യാ മറിയം എന്നുള്ള ആ ഒരു പദം തന്നെയാണ് കേട്ടോ. അല്ല വിഷയം അല്ല ഒരു സെക്കൻഡ് ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ അറബി ഭാഷ അസ്സലാം എന്നുള്ളത് ദൈവത്തിന്റെ വാക്കാണ്, നിങ്ങൾ മാത്രം എടുത്ത് പറയേണ്ട. എന്താണ് ഒരു സംശയം, അസ്സലാം അല്ല കേട്ടോ, മറിയത്തിന് കൊടുക്കുന്ന അസ്സലാം അല്ല, അൽസലാം ആണ് കേട്ടോ. അൽസലാം എന്ന് പറയുന്നതാണ് ഈ അസ്സലാം. അൽസലാം എന്ന് എഴുതുന്നതിന് ഒരു വായിക്കുന്നത് അസ്സലാം എന്നാണ് വായിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രദറെ, ഈ അൽസലാമു അലൈക്കും എന്നുള്ളത് ബൈബിളിന്റെ അറബി പരിഭാഷയിൽ എവിടെയെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ? അറബി പരിഭാഷയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോ ബൈബിളിന്റെ പരിഭാഷ തപ്പി പോണ ആളൊന്നുമല്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു പ്രയോഗമില്ല. സലാം അലൈക്കും എന്നുള്ള പ്രയോഗമുണ്ട്. അൽ സലാമു അലൈക്കും, അതായത് അസലാമു അലൈക്കും എന്നൊരു പ്രയോഗം ബൈബിളിന്റെ പരിഭാഷയിലില്ല. ഇനി പോട്ടെ, രണ്ട് ഏത് ഭാഷയിലാണെങ്കിലും, ബൈബിൾ ഇപ്പൊ ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം വന്നേക്കുന്നത്. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും സലാം മടക്കുക എന്നൊരു ആശയം പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് ശരീഅത്ത് നിയമമാണോ ബൈബിളിലെ പ്രമാണമാണോ? എവിടെയെങ്കിലും പുതിയ നിയമത്തില് സലാം ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ സലാം മടക്കണമെന്നൊരു ഒരു കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു യാക്കോബസ്റ്റ് ഇതുപോലത്തെ ഒരു ഗ്രീക്ക് അറബി പള്ളിയിൽ കുർബാനൊക്കെ കൂടി, അപ്പൊ അവർ ചൊല്ലുന്നു അസ്സലാമു അലൈക്കി യാ മറിയം. അപ്പൊ ഈ പറയുന്ന മലയാളിയായ ആൾ അത് ചൊല്ലിയാൽ പ്രശ്നമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു അറബി, ക്രൈസ്തവരായിട്ടുള്ള ഒരു അറബി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ശരിയാകുമെന്നാണോ അപ്പൊ താങ്കൾ പറയുന്നത്? അതിന് സെബാസ്റ്റ്യൻ ബ്രദർ അസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനം അല്ലല്ലോ, അത് താങ്കൾ പറയുന്നതല്ലേ. ഈ അസലാമു അലൈക്കും എന്നുള്ള ഒരു യൂസേജ് ഏത് മതത്തിലെ ശരീഅത്ത് ഏത് മതത്തിന്റെ നിയമപ്രകാരമുള്ള യൂസേജ് ആണ്? ഏത് മതത്തിന്റെ നിയമപ്രകാരമുള്ള? മുസ്ലിങ്ങൾ അത് യൂസേജ് മുസ്ലിം നിയമത്തിലുള്ളതാണ്. മുസ്ലിമിന്റെ ശരീഅത്ത് നിയമത്തിലെ നിയമമാണ്. അതുപോലെ ആ ശരീഅത്ത് നിയമം ക്രൈസ്തവന് ബാധകമാണോ? എന്റെ സുഹൃത്തെ, ഇതാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് ചർച്ച ചെയ്തപ്പോ എടുത്തൊരു പോയിന്റ്, വ്യൂ പോയിന്റ് ഇതായിരുന്നു. അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന പദത്തിലല്ല പ്രശ്നം, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ല, ഉപയോഗിക്കുന്ന പദത്തിലല്ലെങ്കിൽ ഈ ശരീഅത്ത് നിയമത്തിലെ അൽസലാമു അലൈക്കും തന്നെ ഉപയോഗിക്കുന്ന നിർബന്ധം എന്താ നിങ്ങൾക്ക് ഇത്ര? അപ്പൊ അതാ ചോദിക്കുന്നത്. ഒരു ഗ്രീക്ക് അറബി ഓർത്തഡോക്സ് പള്ളിയിൽ ഒരു ഓർത്തഡോക്സുകാരൻ കുർബാനക്ക് പോകുമ്പോ അവരത് ചെല്ലുന്നു. ഒരു സെക്കൻഡ്, അവരുദ്ദേശിക്കുന്നത് ഗ്രീക്ക് അറബി എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അറബി ഓർത്തഡോക്സ് ദേവാലയം, അറബി ഓർത്തഡോക്സ് അങ്ങനെ പറയാം. ഗ്രീക്ക് അറബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കയറി അങ്ങ് പോകും. ഓക്കെ, അറബി ഓർത്തഡോക്സ് ആയിട്ട് ചുരുങ്ങി. വാക്കിൽ വരുന്ന പയവുകളാണ് സെബാസ്റ്റ്യൻ ബ്രദർ, അതൊന്നും പിടിച്ച് തൂങ്ങല്ലേ. അല്ല, ഞാൻ തൂങ്ങുന്നില്ല, ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ്. ഗ്രീക്ക് എന്ന് പറയുമ്പോൾ വേറെ, അറബി എന്ന് പറയുന്നത് വേറെ. അറബി ഓർത്തഡോക്സുകളുടെ പള്ളിയിൽ കുർബാന ചൊല്ലുന്നു. ഓക്കെ, ബൈബിളിന്റെ അറബി പരിഭാഷയിൽ എങ്ങനെയാണ് യേശു ക്രിസ്തു സമാധാനം ആശംസിച്ചത്? അതെങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അവിടുത്തെ അറബികൾ ചെല്ലുമ്പോ അതെങ്ങനെയാലും കുഴപ്പമില്ല. ശരീഅത്ത് നിയമപ്രകാരം ഞങ്ങൾക്ക് എല്ലാം പറ്റുള്ളൂ പറയുന്ന അറബികള് ക്രൈസ്തവരാണോ ശരിക്കും?
ഞാൻ എന്റെ പോയിന്റ് തീർക്കട്ടെ. ഇതാണ് ഞാൻ ആദ്യം ഇവിടെ വെച്ച വ്യൂ പോയിന്റ് തന്നെ. നിങ്ങൾ ഈ പറയുന്ന അസ്സലാം എന്ന് പറയുന്ന വാക്കിന് അത് ആ പറയുന്ന വ്യക്തി എന്ത് ഉദ്ദേശിക്കുന്നു അതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഒരു മുസ്ലിമായ ഞാൻ അതെങ്ങനെയാ അസ്സലാം ശരിയാവുന്ന എന്ന് സഹോദര? പറഞ്ഞുകൊണ്ട് ഒരാൾ ഞാനൊന്ന് എന്തെങ്കിലും പറയട്ടെ, പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ. അയാൾ പറയുന്ന അർത്ഥമാണോ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്ന ചോദിച്ചേ? ഓക്കെ, അസ്സലാം എന്ന് പറയുന്ന അറബി വാക്കിനുള്ള അർത്ഥം എന്താണ്? അന്ന് സെബാസ്റ്റ്യൻ പറയൂ. സലാം എന്ന് പറയുന്ന അറബി വാക്കിന് സമാധാനം എന്നാണ് അർത്ഥം. അസ്സലാം ഒക്കെ അസ്സലാം എന്ന് പറഞ്ഞാൽ അസലാം അതിന് അല്ലെ, അതൊരു അൽ സലാം എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ. അൽ ആയിക്കോട്ടെ. സലാം എന്ന് വായിക്കുന്നത് സൈലന്റ് ആണ്. അൽ സലാം, ദ സലാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ അറിയപ്പെട്ട ആ ഒരു അറിയപ്പെട്ട സമാധാനം. അറിയപ്പെട്ട Okay. സമാധാനം. അൽ സലാം ആ. അലൈക്കും എന്ന് പറയുന്ന യൂസേജ് മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഏത് മത നിയമമാണ്? അൽസലാമു അലൈക്കും മുസ്ലിങ്ങൾ പറയണത് മുസ്ലിങ്ങൾ പറയണ്ടേ? ഞാൻ ഞാൻ ചോദിച്ചതല്ല. ചോദിച്ചതിന് ഉത്തരം പറ. അല്ല, ചോദിച്ചതിന് ഉത്തരം പറ. അൽ സലാമു അലൈക്കും ഇസ്ലാമിനെ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പ്രത്യേക മസ്റ്റായിട്ട് കർമ്മം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇസ്ലാമിക ശരീഅത്ത് ഞാൻ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിലെ നിയമമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ അൽ സലാമു അലൈക്കും എന്ന് പറയണം. ഓക്കെ, ക്രൈസ്തവർക്ക് അങ്ങനെ ഏതെങ്കിലും നിയമം ഉണ്ടോ? നിയമം ഇല്ലാന്ന് വെക്കുക. അങ്ങനെ നിയമമില്ല. ഇല്ല. ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു ഒന്ന് പറയട്ടെ ബ്രദറെ, ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു നിയമവും ഇല്ല. അപ്പൊ പിന്നെ ഈ ഇസ്ലാമിക ശരീഅത്ത് നിയമം അനുസരിച്ച് മാത്രമേ ഞങ്ങൾ സലാം പറയുള്ളൂ എന്ന് ക്രൈസ്തവർ പറയുന്നതിനകത്ത് ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ സഹോദര, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ അല്ല മുസാഫിർ, അത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് തെറ്റാകുന്നത്, പാപമാകുന്നത് എങ്ങനെയാണ്? അത് മാരിയോട് ചോദിച്ചേക്കണം. ഞാൻ പറയുന്നത് അൽ സലാമു അലൈക്കും എന്ന് പറയൽ കൊണ്ട് മാത്രം അതൊരു ഒരു മതത്തിന്റെ ചിഹ്നമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ മാത്രമായി മാറുന്നു എന്ന് പറയുന്നത് നിങ്ങളെ പൊട്ടത്തരവാദമാണ്. സമാധാനമേ അർത്ഥമുള്ളൂ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ കഴിഞ്ഞ കേരളത്തിലെ ചില പള്ളികളില് ഓണക്കുർബാന അർപ്പിച്ചു. ഓണക്കുർബാന ഓണത്തപ്പനേക്ക് വെച്ച് കുർബാന അർപ്പിച്ചു ഒരച്ഛൻ. അത് തെറ്റാണ്. എന്നുവെച്ചാൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണ്? അല്ല. കുർബാന ചൊല്ലുന്നത് തെറ്റാണ്? കത്തോലിക്കരെ സംബന്ധിച്ച് കുർബാന ചൊല്ലുന്നത് തെറ്റല്ല. അപ്പോൾ ഓണക്കുർബാന ചൊല്ലുന്നത് അത് തെറ്റാ. അതായത് ഓണം എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിലെ ആ ഒരു ആശയം കുർബാനയിനകത്ത് കൊണ്ടുവന്ന് ഓണത്തപ്പനെ അത്തപ്പൂക്കളോ ഇട്ടിച്ച് ഓണക്കുർബാന ചൊല്ലുന്നത് അത് ക്രൈസ്തവമല്ല, അത് ഹൈന്ദവവും അല്ല. രണ്ടും കൂടെ ചേർത്തുള്ള ഒരു അപ്പൊ ഈ ഗ്രീക്ക് പിന്നെ മാറി ഈ പറയുന്ന അറബി ക്രൈസ്തവർക്കൊക്കെ തെറ്റ് പറ്റിയെന്നാണ് സെബാസ്റ്റ്യൻ ബ്രദറിന്റെ വാദം. അറബി ക്രൈസ്തവര് ഒരു തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമാണ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ അറബി ക്രൈസ്തവർ ചെയ്യുന്നതുകൊണ്ട് അത് ശരിയാണെന്ന് പറയാം. അറബി ക്രൈസ്തവർ എന്താ അപ്പോസ്തലന്മാരും? അപ്പൊ മറിയമിന് സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള ഈ പറയുന്ന അറബി ക്രൈസ്തവർ എങ്ങനെ ചെല്ലുക അതൊന്ന് പറഞ്ഞേ. അല്ല, മറിയത്തിന് സമാധാനം ആശംസിക്കണമെന്ന് അല്ല, മറിയത്തിന് സമാധാനം ആശംസിക്കണമെന്നോ ആർക്കെങ്കിലും കയറി സമാധാനം ആശംസിക്കണമെന്ന് ബൈബിളിലൂടെ പറയുന്നത്? ഞാൻ ചോദിക്കണതല്ല. ഒരു ഇപ്പൊ സെബാസ്റ്റ്യൻ ബ്രദർ വിശ്വാസം എനിക്കറിയില്ല, ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഒരു കത്തോലിക്ക വിശ്വാസം യേശുക്രിസ്തു എങ്ങനെയാണ് സമാധാനം ആശംസിച്ചത്? ഇല്ല, ഒരിക്കലും മറിയത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് കത്തോലിക്ക വിശ്വാസത്തിലില്ല. കത്തോലിക്ക വിശ്വാസത്തിന്റെ ഏത് ലിറ്റർജിയിലാണ് മറിയത്തിന് അല്ല കത്തോലിക്ക കുർബാനയുടെ ഏത് ലിറ്റർജിയിലാണ് മറിയത്തിന് സമാധാനം ആശംസിക്കുന്നത്? മറിയത്തിന് നമ്മൾ മനുഷ്യരാരും സമാധാനം കൊടുക്കണം? അതോ മറിയത്തിന് നമ്മൾ മനുഷ്യന് സമാധാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന സമാധാനത്തിന്റെ എന്റെ വാക്ക് പൂർത്തിയാക്കട്ടെ. ഇനിയിപ്പോ നിയമമില്ലെങ്കിൽ തന്നെ മറിയത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നുണ്ടോ ഒരു കത്തോലിക്കന്? യേശു ക്രിസ്തു അല്ല, മറിയത്തിന് സമാധാനം ഇല്ലേ? നിങ്ങൾ സമാധാനം കത്തോലിക്കൻ ആഗ്രഹിക്കുന്നു. അല്ല, ആവശ്യമില്ല. അല്ല ബ്രദറെ, അതെ, കെവിൻ പീറ്റർ കത്തോലിക്കനാണ്, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. അല്ല, മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെ മാതാവിനെ മുൻനിർത്തുക എന്നുള്ളത് ഈ പറയുന്ന മാതാവിന് വേണ്ടി സമാധാനം ഉണ്ടാകട്ടെ, മാതാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു അങ്ങനെ ചെയ്യാറില്ല. ബോധമുള്ള കത്തോലിക്കൻ അങ്ങനെ ഇല്ല. ബോധമുള്ള അറബി ആയാലും മലയാളി ആയാലും ബോധമുള്ള കത്തോലിക്കൻ അങ്ങനെ ആഗ്രഹിക്കില്ല. വീട് മുസാഫിറിനോട് ചോദിച്ചോട്ടെ,
കേന്ദ്രതര അല്ല, ടിസൺ മുസാഫിറെ, ബ്രദർ എന്റെ എസ്റ്റാബ്ലിഷ് കത്തോലിക്കനല്ലേ? പോയിന്റ് വന്നിട്ടില്ല. മറിയത്തിന് മുസാഫിറെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂലേ കത്തോലിക്ക വിശ്വാസത്തില്? ടിസൺ ബ്രദറെ പറ, മറിയത്തിന് വേണ്ടി ആ, പ്രാർത്ഥിക്കുന്നുണ്ടോ കത്തോലിക്ക ആദ്യം വിശ്വാസത്തിൽ? സഹോദര കത്തോലിക്ക ഇയാൾ എന്ത് സഭ പൊട്ടത്തരമാണ് ഈ പറയുന്നത്? ഞാൻ മറുപടി കൊടുക്കാം, ഞാൻ ഞാൻ മറുപടി കൊടുക്കാം. കേന്ദ്രതര ഓക്കെ ഓക്കെ, ടിസൺ പറഞ്ഞോളൂ. ആ. സഹോദര, ഞങ്ങൾ കത്തോലിക്ക വ്യൂ പോയിന്റും പ്രൊട്ടസ്റ്റന്റ് വ്യൂ പോയിന്റിൽ ഈ വിഷയത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഞങ്ങൾ കത്തോലിക്ക വ്യൂ പോയിന്റ് അനുസരിച്ച് മറിയത്തിന് സമാധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം മറിയം ഓൾറെഡി തന്നെ സ്വർഗത്തിൽ ദൈവത്തോട് കൂടി ഇരിക്കുകയാണ്. ഞങ്ങൾ മറിയത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാതെ മറിയത്തിന് സമാധാനം കൊടുക്കണമെന്ന് ഞങ്ങൾ ആരും പ്രാർത്ഥിക്കത്തില്ല. ടിസൺ കാരണം ബ്രദറെ, ഓൾറെഡി സമാധാനത്തിന് മറിയത്തിന്റെ കാര്യത്തിൽ നിത്യവിശ്രമം. പ്രൊട്ടസ്റ്റന്റ് വ്യൂ പോയിന്റും കത്തോലിക്ക വ്യൂ പോയിന്റും ഡിഫറൻസ് ഉണ്ടെങ്കിലും മറിയത്തിന് സമാധാനം ഇല്ലാതെ അവിടെ കഷ്ടപ്പെടുക. അതിന് നമ്മള് പ്രാർത്ഥിച്ചിട്ട് വേണം മറിയത്തിന് സമാധാനം കിട്ടാൻ. നമ്മൾ രണ്ടു മുസാഫിർ, ബ്രദറെ, ഇത് അല്ല, പുള്ളിക്കാരൻ പ്ലീസ്. രണ്ട് സ്ഥലത്തു നിന്നാണ് ഈ പറയുന്ന അറബി അല്ല ഈ ഈ പറയുന്ന അറബി രണ്ട് ഈ സ്ഥലത്തു പറയുന്ന നിന്നാണ് അറബി പുള്ളിക്കാരൻ ഈ കുർബാനയില് മിസ്റ്റേക്ക് വന്നേക്കുന്നത്. മുസാഫിറെ, ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഞാൻ ഭാഗത്തു ചോദിക്കട്ടെ നിന്നാണ്. മുസാഫിർ ഒരു മിനിറ്റ് പറഞ്ഞുതരാം, ഉത്തരം പ്ലീസ് വാര്യർ, ഇടയ്ക്ക് കയറല്ലേ, എല്ലാം കൂടെ ബഹളമല്ലേ, പ്ലീസ്. ഞാൻ പറഞ്ഞു തരട്ടെ, വരി ഉണ്ടാക്ക്. അസ്സലാമു അലൈക്ക് യാ മറിയം എന്ന് പറയുന്ന ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് ഗ്രീക്ക് പിന്നെ വന്നു അറബി കുർബാനയിൽ ഞാൻ കേട്ടത് അവർക്ക് ഇല്ല അങ്ങനെ കേക്കില്ല, അങ്ങനെ കേൾക്കില്ല. അല്ല. താങ്കൾ കേട്ടിട്ടില്ല. കെവിൻ ബ്രദറെ, അതാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും ഇതിന്റെ യാ മറിയം എന്നോ? അറബിക് ട്രാൻസ്ലേഷനിൽ അങ്ങനെയാണ്. എന്ത് പറയും? അല്ലല്ല, വെയിറ്റ്, നിങ്ങൾ പുള്ളിക്ക് എല്ലാവരും വന്നൊരു ശാന്തമാകും. നിങ്ങൾ എല്ലാവരും ശാന്തമാകും. അറബി നാട്ടില് കുറച്ച് അസ്സലാമു അലൈക്കും യാ മറിയം എന്ന് ഞാൻ കെവിൻ പീറ്ററിനെ പ്ലീസ് മുസാഫിർ, കൂൾ ഡൗൺ പറയട്ടെ. അസലാമു അലൈക്കും എന്ന് ഏതെങ്കിലും ഒരു അറബി ഭാഷ സംസാരിക്കുന്ന ഒരു ക്രൈസ്തവൻ പറഞ്ഞാൽ അദ്ദേഹം ആ പാരമ്പര്യം ബൈബിളിൽ നിന്നെടുത്തതാണോ ഖുറാനിലെ ഈ പറയുന്ന ശരീഅത്തിൽ നിന്നെടുത്തതാണോ? അയാൾ അറബി ഭാഷ, അയാൾ അറബിയാണ്. അയാൾ അറബിയാണോ തെലുങ്കിനാണോ നല്ല ചോദിച്ചതിന് ഉത്തരം ആ പറയൂ. പാരമ്പര്യം മറിയത്തിന് ഒരു അറബിയെ സമാധാനം. സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ സബാസ്റ്റനെ, ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം മുസാഫിറെ, പറയട്ടെ മുസാഫിർ, ഞാൻ പ്ലീസ്. ചോദിച്ചത് മറിയത്തിന് അസലാമു അലൈക്കും മറിയം എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യം, മറിയത്തിന് അസലാമു അലൈക്കും പറയുന്ന ഒരു പാരമ്പര്യം ശരീഅത്ത് നിയമത്തിൽ നിന്ന് കടമെടുത്തതാണോ ബൈബിളിൽ നിന്ന് എടുത്തതാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതിന് ആദ്യം ഒരു ഉത്തരം പറ മുസാഫിർ. അത് അദ്ദേഹത്തിന്റെ ഭാഷ അതാണ്, അയാൾക്ക് അതേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഓക്കെ മുസാഫിർ, താങ്കൾ പറയുന്നത് മറിയത്തിന് സമാധാനം ആശംസിക്കണമെങ്കിൽ അൽ സലാമു അലൈക്കും, അതായത് അസലാമു അലൈക്കും എന്ന് തന്നെ പറയണം. അതേ അറബി ഭാഷ അല്ല, ഒരു അറബിയെ സംബന്ധിച്ച് അതന്നെ പറ്റുള്ളൂ. മുസാഫിർ ഇനി മാറ്റി പറയോ? പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തിരുത്തണ്ടിപ്പ് വരുത്തിക്കോ, ഇനി മാറ്റരുത്. ഞാൻ പറഞ്ഞ എന്ത് മാറ്റരുതെന്നാ പറയുന്നത് സെബാസ്റ്റ്യൻ? താങ്കൾ പറഞ്ഞത് ഇനി മാറ്റരുതെന്ന്. അതായത് സമാധാനം, ഒരാൾക്ക് സമാധാനം ആശംസിക്കണമെങ്കിൽ അറബി ഭാഷയിൽ അൽ സലാമു അലൈക്കും എന്ന് തന്നെ പറയണം എന്നാണ് താങ്കളുടെ ആർഗ്യുമെന്റ്. മറ്റൊരു ഡയലോഗ് പറയാനില്ല എന്നാണ് താങ്കളുടെ ആർഗ്യുമെന്റ്. ശരിയാണോ? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കേ. താങ്കൾക്ക് അറിയാത്ത വിഷയം ഒരു അറബിയെ സംബന്ധിച്ച് ഏത് ഡയലോഗും പറഞ്ഞൂടെ? സമാധാനം ഉണ്ടാക്കട്ടെ എന്ന അർത്ഥം വരുന്ന ഏത് ഡയലോഗും പറഞ്ഞൂടെ? അതിലെന്താ പ്രശ്നം? ഹലോ, താങ്കൾ അറബിക്ക് ഇഷ്ടമുള്ള പോലെ പറയാനാണ് ഈ പറയുന്ന രീതിയിൽ, അല്ലാതെ പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ശരീഅത്ത് നിയമപ്രകാരം അൽസലാമു അലൈക്കും പറയണം. ഓക്കെ, അത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. ബൈബിളില് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു സമാധാനം ആശംസിച്ചപ്പോ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അതെന്തോ എനിക്കറിയില്ല. ഇതാണ് പ്രശ്നം. ശരീഅത്ത് നിയമത്തിലെ അറബിയൊക്കെ കൃത്യമായിട്ട് അറിയാം. അത് അസ്സലാമു അലൈക്കും ആണെന്നറിയാം. അറബിന് എന്തിനാണ് ശരീഅത്ത് നിയമത്തിൽ കെട്ടിക്കെട്ടുന്നത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ശരീഅത്ത് നിയമത്തിലെ സഹോദര. പിന്നെ അറബിയ ശരീഅത്ത് നിയമത്തിലെ പിന്നെ എവിടെ കൊണ്ടാ കിട്ടും? ബൈബിളിൽ കൊണ്ടാ കിട്ടണോ? അൽസലാമു അലൈക്കും എന്ന് ബൈബിളിൽ. എന്റെ സഹോദര, ഒരാൾക്ക് അസ്സലാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സമാധാനം. അസ്സലാം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സമാധാനം. ഒരു ക്രൈസ്തവൻ വിചാരിക്കുന്നു എന്റെ ദൈവമാകുന്ന എന്താണ് യഹോവയുടെ ആ അറിയപ്പെട്ട സമാധാനം നിന്റെ മേലിൽ ഉണ്ടാകട്ടെ എന്ന്. അല്ല, എന്ന് ബൈബിൾ പ്രകാരം അറബി ഭാഷ സംസാരിക്കുന്ന ക്രൈസ്തവര് എങ്ങനെയാണ് അത് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു പറഞ്ഞല്ലോ കുർബാന. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് കുർബാന. ഹലോ, അറബി ഭാഷയിലുള്ള ഏതെങ്കിലും കുർബാന ലിങ്ക് ഇട്ടിട്ട് എങ്ങനെ ശരിയാവുന്നേ? അറബി ഭാഷ, ബൈബിളിന്റെ കോപ്റ്റിക് ഭാഷയിലുള്ള ഏറ്റവും പഴയ അറബി പരിഭാഷയിൽ പോലും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ?
എന്റെ സെബാസ്റ്റ്യൻ ബ്രദറെ അത് ഉണ്ടാവട്ടെ, പറഞ്ഞിരിക്കുന്ന ഇല്ലാതിരിക്കട്ടെ. അത് നമ്മൾ യേശു ക്രിസ്തു സമാധാനം ആശംസിച്ചത്. ഇവിടെ ഞാൻ ഒന്ന് ചർച്ച ചെയ്യുന്ന പറയട്ടെ, വിഷയം ഒന്ന് എന്ന് പറയട്ടെ. ചർച്ച ചെയ്യുന്ന വിഷയം ഹലോ, എന്ന് വെച്ചാൽ താങ്കൾ ഒരു ഞാൻ കാര്യം ചർച്ച ഒന്ന് ചെയ്യുന്ന പറഞ്ഞു വിഷയം എന്ന് വെച്ചാൽ അസ്സലാമു അലൈക്കും മുസാഫിർ ഇടയ്ക്ക് കയറരുത്. താങ്കൾ ചർച്ചയുടെ പോയിന്റ് പറയാം. അവിടെ നിൽക്കും പോയിന്റ് പറയാം. യേശു ക്രിസ്തു സമാധാനം ആശംസിച്ച സലാം അലൈക്കും എന്നാണ് അറബി പരിഭാഷയിൽ, സുവിശേഷത്തിന്റെ അറബി പരിഭാഷയിൽ 2 സ്ഥലത്ത്, യോഹന്നാന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും അറബി പരിഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്, കോപ്റ്റിക് ചർച്ച് നേരിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പോലും സലാം ലക്കും എന്നാണ്. ഓക്കെ, ശരിയത്ത് നിയമത്തിന്റെ നിർബന്ധമാണ് അൽ സലാമു അലൈക്കും എന്ന് തന്നെ സലാം ആശംസിക്കണമെന്ന നിർബന്ധം ശരിയത്ത് നിയമത്തിന്റെയാണ്. യേശു ക്രിസ്തു സമാധാനം ആശംസിച്ചതായിട്ട് ബൈബിളിന്റെ അറബി പരിഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം സലാം ലക്കും എന്നാണ്. അപ്പോൾ ക്രൈസ്തവർ പിന്തുടരേണ്ട മാതൃക ശരിയത്ത് മാതൃകയാണോ, ബൈബിളിന്റെ പരിഭാഷയിലെങ്കിലും ഉള്ള മാതൃകയാണോ, ശരിയത്ത് മാതൃകയാണോ? ഈ സലാം ലക്കും സലാം അലൈക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞ സെബാസ്റ്റ്യൻ ബ്രദറെ? അൽ സലാം ലക്, ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് മുസ്ലിങ്ങൾ ശരിയത്ത് നിയമക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൽ സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ, അത് അസലാമു അലൈക്കും എന്ന് നമ്മൾ മലയാളീകരിച്ച് പറയുന്ന, എഴുതുന്ന അൽ സലാമു അലൈക്കും എന്ന് എഴുതുന്ന ആ അറബി ഫ്രൈസിന്റെ അർത്ഥം അൽ സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒന്നാണ് അൽ സലാം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട്, അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളല്ലാത്ത ആർക്കും ആ ആശംസ പറയരുത് എന്ന് കൃത്യമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചതാണ്. അത് ശരിയത്ത് പാരമ്പര്യം. ക്രൈസ്തവരുടെ തർജ്ജമ പാരമ്പര്യം എന്താണ്? സലാം ലക്കും എന്നാണ്. ഈ അൽസലാമിനെ തന്നെ എടുത്ത് തിരികെ കേട്ടോ, നിങ്ങൾക്ക് എത്ര നിർബന്ധം എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന അർത്ഥത്തിലൊന്നും വെക്കാതെ ഒരു അറബിയാകുന്ന ഒരു ക്രിസ്ത്യാനി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അസ്സലാമു ലക്കും അസ്സലാമു അലൈക്കും, ഇത് ഭാഷാപരമായി ഒരു വ്യത്യാസമില്ല. സമാധാനം ഉണ്ടാകട്ടെ മുസാഫിർ ഒരു മിനിറ്റ് ഞാൻ കുറച്ചു നാള് ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നു. അവിടെ ഉത്തരേന്ത്യയിലെ ഹിന്ദി ബൈബിളിൽ കർത്താവിനെ ഇത് പറയുന്നത് പരമേശ്വർ എന്നാണ്. ഞാൻ വന്ന് ഇയാളുടെ കർത്താവിന് സ്തോത്രം എന്ന് പറയുന്നതിന് പകരം പരമേശ്വരന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുവോ ഇല്ലയോ? അത് ചർച്ച വേറെയാണ് കഴിയുമ്പോൾ അത് തന്നെയാണ് എന്റെ പോയിന്റ്. അല്ലേ ഇവിടെ ഞാൻ അഡ്രസ് ചെയ്യുന്ന പോയിന്റ്, നിങ്ങൾ ബൈബിളിൽ അങ്ങനെ ഉണ്ടോ അതൊന്നും നിന്റെ ചർച്ചയല്ല. ഞാൻ അഡ്രസ് ചെയ്യുന്ന പോയിന്റ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഒരു അറബി പദമാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. അത് എന്ന് പറഞ്ഞാൽ ഹലോ, ശരിയത്ത് നിയമത്തിലാണ് അസ്സലാമു അലൈക്കും ആശംസിക്കണം എന്നുള്ള നിയമമുള്ളത്. ആ അൽസലാമു അലൈക്കുമിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണെന്ന് ശരിയത്ത് നിയമത്തിന്റെ പണ്ഡിതന്മാരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ ഈ ശരിയത്ത് പ്രമാണപ്രകാരം അൽസലാമു അലൈക്കും പറയാൻ നടക്കണം എന്തിനാന്ന് ചോദിച്ചേ? ക്രിസ്ത്യാനിക്ക് എന്ത് ബാധ്യത? എന്റെ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാൻ എനിക്ക് സമയം തരൂ, ഞാൻ പോയിന്റ് വ്യക്തമാക്കട്ടെ. എനിക്ക് അറബി ബൈബിളിൽ അങ്ങനെ എങ്ങനെയുണ്ട് അതൊന്നും എന്റെ ചർച്ചയല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞൊരു പദം അറബി ഭാഷയിലുള്ള ഒരു പദമാണ്. അതിന് ദൈവം എന്ന ദൈവത്തിന്റെ, നിങ്ങൾ പറയുന്ന പോലെ എന്താണ് അള്ളാഹ് എന്ന് പറയുന്ന ഖുറൈശി ദേവന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആ പോയിന്റിലേക്ക് അതിനെ തിരിക്കുന്നത് ആ മതത്തിന്റെ വിശ്വാസമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരു വേർഡിന് ആ വാക്കുണ്ടായിരിക്കുന്നത് ആ വിശ്വാസത്തിൽ നിന്നാണ്. നിങ്ങൾ എന്താ അത് പറയാത്തത്? ഞാനൊന്ന് പറയാൻ തീർക്കട്ടെ. ഇപ്പൊ ഇവിടെ സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞ അസ്സലാമു അലൈക്കും അസ്സലാമു ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറബി ഭാഷ ഹലോ അസ്സലാമു ലക്കും എന്നല്ലല്ലോ. ഞാനത് പറഞ്ഞ് തീർക്കട്ടെ. എന്റെ താങ്കൾ പറയാത്ത കാര്യങ്ങൾ അടിച്ചു വിടല്ലേ. സലാം ലക്കും എന്നുള്ളതാണ് ബൈബിളിന്റെ പരിഭാഷ. അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് ശരിയത്ത് നിയമം. സലാം ലക്കും അസ്സലാമു അലൈക്കും. ഈ പദത്തിന് അസ്സലാം എന്ന് പറഞ്ഞ ഭാഗത്ത് അറബി വ്യാകരണ പ്രകാരം അവിടെ അൽ എന്ന് പറയുന്ന ടേംസ് കൂടി. അറബി വ്യാകരണ പ്രകാരം അല്ല, അറബി വ്യാകരണ പ്രകാരം അല്ലു കൂടി എന്നാണ് താങ്കൾ പറയുന്നത്.
ഞാനൊന്ന് പറയട്ടെ എന്റെ സബാസ്റ്റ്യൻ ബ്രദർ, എന്നോട് ഒന്ന് താങ്കൾ സംസാരിക്കേ, പറയുന്നതിന് എന്റെ ക്ലാരിറ്റി പോയിന്റ് വേണം, വ്യക്തമാകട്ടെ. നിങ്ങൾ അതുകൊണ്ടാണ്. അപ്പോഴും ചാടി. അല്ല അല്ല, അപ്പൊ പറയുന്നതിലെ തെറ്റ് ബൈബിളിന്റെ അപ്പൊ അറബി തന്നെ പറഞ്ഞു പരിഭാഷയിൽ പോട്ടെ. വ്യാകരണം ഇല്ലായിരുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ശരീഅത്ത് നിയമത്തിൽ മാത്രമാണോ ഈ ഞാനൊന്ന് വ്യാകരണം ഉള്ളത്? പറയട്ടെ എന്റെ സബാസ്റ്റ്യൻ ബ്രദറെ. ഈ അസ്സലാമു അലൈക്കും എന്ന പദത്തിന് ഈ പറയുന്ന മതത്തിന്റെ ചുറ്റുപാട് അല്ലെങ്കിൽ മുഹമ്മദ് നബി ഇങ്ങനെ പഠിപ്പിച്ചു ചെല്ലാൻ മുഹമ്മദ് നബി അസ്സലാം എന്നുകൊണ്ട് അർത്ഥമാക്കിയത് ദൈവത്തിന്റെ നാമമാണ്. ഈ പറയുന്ന ഒരു പോയിന്റ് ഒന്നും നോക്കാതെ കേവലം ഒരു അറബി അറിയുന്നത്, ഇപ്പൊ ഈ മുഹമ്മദ് നബിയുടെ ഈ വിഷയമൊന്നും അറിയാത്ത ഒരു അറബി, നിങ്ങൾ ഈ മുഹമ്മദ് നബി ഇങ്ങനെ പഠിപ്പിച്ചു എന്നും ഇങ്ങനെ അസ്സലാം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നാമമാണെന്നും എന്നൊന്നും അറിയാത്ത ഒരു അറബിനോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ മേലിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാൻ എന്താണ് പറയുക എന്ന് പറയാൻ അയാളും പറയും അസ്സലാമു അലൈക്കും. അയാൾക്ക് വിഷയങ്ങളൊന്നും അറിയില്ല, പക്ഷെ അയാളും പറയും അസ്സലാമു അലൈക്കും. എന്തുകൊണ്ടാണ്? ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് ഒരു അറബി ടേംസിന് അറബി വാക്കാണത്. അതിന് മുഹമ്മദ് നബി ഓക്കെ അത് അസ്സലാം എന്നുകൊണ്ട് ഓക്കെ ദൈവത്തിന്റെ ഒരു 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 നാമമാണെന്നതിലേക്ക് മുഹമ്മദ് നബി പഠിപ്പിച്ചു എന്നതുകൊണ്ട് ഓക്കെ അസ്സലാമു ഓക്കെ അലൈക്കും കഴിഞ്ഞല്ലോ. എന്ന പദം ഓക്കെ അത് ഇസ്ലാമിന്റെ മാത്രം പദമല്ല, അത് അറബി വാക്കാണ് സെബാസ്റ്റ്യൻ ഓക്കെ ബ്രദറെ. ഓക്കെ ഓക്കെ ബ്രദറെ ഓക്കെ ഒരു ഓക്കെ പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഒരു കംപ്ലീറ്റ് പോയിന്റ് സെക്കൻഡ് ഒന്ന് കംപ്ലീറ്റ് ചോദിച്ചോട്ടെ, പോയിന്റ് കംപ്ലീറ്റ്. ഒരു സെക്കൻഡ് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഹർ ഹർ മഹാദേവ് എന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ? എന്ത് കേട്ടില്ല? ഹർ ഹര മഹാദേവ്, ഹർ ഹർ മഹാദേവ് എന്ന് ഹിന്ദുക്കളുടെ ചാനിങ് കേട്ടിട്ടില്ലേ? അത് അതുകൊണ്ട് തെറ്റുണ്ടോ ചോദിച്ചാൽ അതുകൊണ്ട് എന്താണ് അതൊരു അർത്ഥമാക്കണമെന്ന് എനിക്ക് താങ്കളൊരു വ്യക്തമാക്കില്ല. മുസൽമാനോ അല്ലെ ക്രൈസ്തവനോ ആരും ആയിക്കൊള്ളട്ടെ, താങ്കൾ ഹർ ഹര മഹാദേവ് എന്ന് താങ്കൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് തെറ്റുണ്ടോ? ഹർ ഹർ മഹാദേവ് എന്ന് പറയുന്നത് ഹർ എന്ന ഹർ ഒരു മഹാദേവ് എന്നുള്ളത് വാക്കുകൊണ്ട് ഞാൻ ഹൈന്ദവ ശൈവ ക്ഷേത്രങ്ങളിലെ പ്രധാന ഒരു സ്തുതിവാക്യമാണ് ഹര ഹർ മഹാദേവ് ഉം. എന്ന് പറയുന്നത്. ഞാൻ പറയാം മറുപടി തരാം. ഹർ ഹർ മഹാദേവ് എന്നതുകൊണ്ട് ആ ഒരു പേര് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിക്ക് ഞാൻ എന്തൊക്കെയോ കൊടുക്കുന്നത് അത് തന്നെയായ അല്ല ഒരു ദൈവത്തിന്റെ താങ്കൾ പേരാണ്. അള്ള എന്ന എൻറ്റിറ്റിക്ക് ഒരു ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. താങ്കൾ പറഞ്ഞ എന്താ, ഒരു ആ വാക്കിന്റെ അർത്ഥം മാത്രം എടുക്കാൻ പാടില്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. സൽ സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ സമാധാനം എന്ന് മാത്രമേ. വാക്കുകൊണ്ട് മഹാദേവിന്റെ അർത്ഥം എന്താ? വാക്കുകൊണ്ട് ഹലോ, മഹാദേവിന്റെ അർത്ഥം എന്താ? മഹാന്റെ അർത്ഥം എന്താ? ഗ്രേറ്റ്. ദേവിന്റെ അർത്ഥം എന്താ? സബാസ്റ്റ്യൻ ബ്രദറെ ഞാൻ പറയട്ടെ, ഒന്ന് നിങ്ങൾ അതല്ല, ചാടല്ലേ ഉടായ്പ അല്ലല്ല കാണിക്കല്ലേ, താങ്കൾ പറഞ്ഞത് കേൾക്കൂ ഉടായ്പ പ്ലീസ്. കാണിക്കല്ലേ. താങ്കൾ പറഞ്ഞെന്താ, അസലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് സലാം എന്നുള്ള ദൈവിക കാര്യങ്ങളൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. വാക്കിന്റെ അർത്ഥം എന്താണ്? സലാം എന്ന് പറഞ്ഞാൽ സമാധാനം, അലൈക്കും വെച്ചാൽ നിങ്ങൾക്ക്. അപ്പൊ അസലാമു സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ അസലാമു അലൈക്കും എന്ന് ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല എന്ന് താങ്കൾ പറയുന്നു. മഹാദേവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഗോഡ് എന്നാണ് അർത്ഥം. ഹർ ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ശത്രുക്കളെ നിഗ്രഹിക്കുക, അല്ലെങ്കിൽ മഹാദേവൻ നിഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ നിഗ്രഹിക്കട്ടെ എന്നല്ല, കൊല്ലട്ടെ എന്നല്ല, ശത്രു ഈ ദോഷ ശക്തികളെയൊക്കെ ഇല്ലാതാക്കട്ടെ എന്ന് പറയുന്ന പ്രയോഗമാണ്. ഗ്രേറ്റ് ഗോഡ്, മഹാനായ ദൈവം ശത്രു നിഗ്രഹം ചെയ്യട്ടെ, അല്ലെങ്കിൽ ദോഷങ്ങൾ ഇല്ലാതാക്കട്ടെ എന്ന് പറയുന്നൊരു പ്രയോഗമാണ്. അത് ചൊല്ലുന്നതുകൊണ്ട് താങ്കൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞേ സഹോദര. ഹർ ഹർ മഹാദേവ്, ഹർ ഹർ മഹാദേവ് എന്നൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. ദുഷ്ടശക്തികളെ ഇല്ലാതാക്കട്ടെ. അല്ല, ഈ അറബി പറയുമ്പോൾ മാത്രം simple ആണ്, മത simple. നിയമങ്ങളൊന്നും എടുക്കരുത്. ഹിന്ദി സംസ്കൃതമൊക്കെ പറയുമ്പോൾ മത നിയമം എടുക്കണമെന്നാണ് താങ്കളുടെ, അതോ ഇരട്ടത്താപ്പാണോ അങ്ങനെ? അല്ലെങ്കിൽ താങ്കൾക്ക് പറയാമല്ലോ, ഒരു കുഴപ്പമില്ല, ഹർ ഹർ ഞാൻ മഹാദേവ് എന്ന് പറഞ്ഞതിനെ പറയുന്നത് കുഴപ്പമുണ്ടോ? സബാസ്റ്റ്യൻ ബ്രദറെ മനസ്സിലാക്കി. വന്ദേ മാതരത്തിൽ മതം കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ, എന്നിട്ടാണ് ഈ തള്ളു തള്ളുന്നത്. അല്ല കെവിൻ ബ്രദറെ, ഇദ്ദേഹം ഒന്ന് പറയട്ടെ. ഇദ്ദേഹം ഇത്രയും നേരം ഇവിടെ പറഞ്ഞ എന്താണ്? വാക്കുകളുടെ ഭാഷയിൽ അർത്ഥം മാത്രം എടുക്കാൻ പാടില്ല, അതിനകത്ത് മതം ഒന്നും കൂട്ടിക്കേറ്റണ്ട. അറബി അസലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ശരീഅത്ത് നിയമമായിട്ടൊന്നും കൂട്ടിക്കേറ്റണ്ട, അൽ സലാമിനെയും കൂട്ടണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ സംസ്കൃതവും ഹിന്ദിയും അത് പ്രകാരം ഹർ ഹര മഹാദേവ് എന്ന് താങ്കൾക്ക് പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. താങ്കൾ ഗ്രേറ്റ് ഗോഡ് എന്ന് വിശ്വസിക്കുന്ന അള്ളാനെയോ ആരെയോ ആയിക്കൊള്ളട്ടെ, താങ്കൾക്ക് പറയാമല്ലോ. ഒന്ന് പറ, ഞാൻ കേൾക്കട്ടെ. സബാസ്റ്റ്യൻ ബ്രദറെ ഒരു മിനിറ്റ് തരും. എന്റെ പോയിന്റ് നിങ്ങൾ വളച്ചൊടിക്കണ്ട. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. താങ്കൾ എന്താണ് പിന്നെ പോയിന്റ് പറഞ്ഞത്? വളച്ചൊടിക്കണം. എന്നാ ഒരു മിനിറ്റ് എനിക്ക് ഒരു 30 സെക്കൻഡ്. ഓക്കെ, പറഞ്ഞ് അവസാനിക്കൂ. 30 സെക്കൻഡ് പറഞ്ഞ് അവസാനിപ്പിക്കൂ പ്ലീസ്. ഇടയ്ക്ക് കയറണ്ട സെബാസ്റ്റ്യൻ, പ്രത്യേകം പറയട്ടെ. ഓക്കെ, ഞാൻ എന്റെ പോയിന്റ് വ്യക്തമാക്കാം. ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് അറബി വാക്കാണ്. ആ വാക്കിന് ഭാഷാപരമായ ഒരു അർത്ഥമുണ്ട്. ഈ ഭാഷാപരമായ അർത്ഥതലം ആ വാക്കിനുണ്ട്. അത് നിങ്ങൾ സബാസ്റ്റ്യൻ ബ്രദർ അംഗീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അത് അംഗീകരിക്കും. പിന്നെ ഇത് എവിടെയാണ് ഒരു മതപരമായി മാറുന്നത്? ഒരു മുസ്ലിം പറയുമ്പോൾ അതൊരു മതപരമായി മാറുന്നു. എന്തുകൊണ്ട്? അവൻ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വാക്കുകൊണ്ട് അവൻ അർത്ഥമാക്കുന്നത് എന്റെ മുഹമ്മദ് നബി പഠിപ്പിച്ച
ആ പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ച, അസ്സലാം എന്ന് പറയുന്ന ദൈവത്തിന്റെ നാമമാണെന്ന് പഠിപ്പിച്ച ആ സലാമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതൊരു മതപരമായി മാറുന്നു. എന്നാൽ അസ്സലാം അലൈക്കും എന്ന വാക്ക് എന്തല്ല, മതപരമല്ല. ഇവിടെ ഈ വ്യക്തി പറയുമ്പോ, ഒരു വ്യക്തി ഒരു വാക്ക് പറയുമ്പോ അവൻ എന്ത് ഉദ്ദേശിക്കപ്പെടുന്നോ അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ആകെ പ്രശ്നമായി. അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ വാക്ക് മുസ്ലിങ്ങളുടെ മാത്രം വാക്കാണ് എന്ന് സവാശം ബ്രദർ പറയല്ലേ, അത് അറബി വാക്കാണ്. സംഭവം മനസ്സിലായി. ഹർ ഹർ മഹാദേവ എന്നുള്ള ഹിന്ദി അല്ലെ സംസ്കൃതത്തിന്റെ രണ്ടിലും ഒരേ അർത്ഥമാണുള്ളത്. ഓക്കെ, താങ്കൾ ഹിന്ദുക്കൾ അതിന് എന്ത് അർത്ഥം കൊടുക്കണം, അതിന് കൊടുക്കുന്ന മതപരമായ അർത്ഥവും താങ്കൾ കണക്കാക്കണ്ട. താങ്കൾ ഈ ഹർ ഹർ മഹാദേവ എന്നൊന്ന് പറഞ്ഞാൽ എന്ന് കേൾക്കട്ടെ. പറയാം, പറയൂ. ഹർ ഹർ മഹാദേവ എന്നതുകൊണ്ട് ഞാൻ താങ്കൾ ഒന്നും ഉദ്ദേശിക്കണ്ട. ഹലോ, താങ്കൾ ഒന്നും ഉദ്ദേശിക്കണ്ട. അസ്സലാമു അലൈക്കും പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അതെ, അസ്സലാമു അലൈക്കും. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളുടെ അള്ളാഹുവിനെ ഒന്നും അല്ല കേട്ടാന്നാണോ അറബി ക്രിസ്ത്യാനികൾ പറയുന്നത്? അത് ചുമ്മാ അസ്സലാമു അലൈക്കും പറയുമ്പോൾ മാത്രമേ ഉദ്ദേശിക്കുന്നത്. ഉടായ്പ. താങ്കൾ അവിടെ മിണ്ടായിരിക്കും, പറയണ കേക്ക്. താങ്കൾ പറഞ്ഞ സമയം തന്നില്ലേ, ഇനി ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങളുടെ ഉടായ്പ് ഇതാണ്. അതായത് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ ചിലപ്പോൾ മതപരമായിട്ട് അങ്ങനെ ഉപയോഗിക്കും, പക്ഷെ ഭാഷാപരമായിട്ട് സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളൂ. അതുകൊണ്ട് ക്രൈസ്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഹരഹര മഹാദേവ എന്നുള്ളത് ഹിന്ദുക്കൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ. ഭാഷാപരമായിട്ട് ഗ്രേറ്റ് ഗോഡേ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ അള്ളാഹു ഗ്രേറ്റ് ഗോഡ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയുന്നതുകൊണ്ട് തെറ്റില്ല. നിങ്ങൾ അതിന് വിശദീകരണം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അസ്സലാമു അലൈക്കും ഓരോ പ്രാവശ്യം പറയുമ്പോഴും ക്രൈസ്തവർ വിശദീകരണം കൊടുക്കുന്നുണ്ടോ? ഈ നിങ്ങൾ പറഞ്ഞ അറബി ക്രൈസ്തവർ വിശദീകരണം കൊടുക്കുന്നുണ്ടോ? ഇത് മുസ്ലിങ്ങളുടെ അൽസലാമൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഭാഷാപരമായിട്ട് മാത്രം അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വിശദീകരണം കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു വിശദീകരണം താങ്കൾ തരാൻ നിൽക്കണ്ട. ഹർഹര മഹാദേവ ഹർഹര മഹാദേവ എന്നൊന്ന് സ്തുതിക്കും, ഞങ്ങളൊന്ന് കാണട്ടെ. താങ്കൾ അല്ലാഹുവിനെ മനസ്സിൽ വിചാരിച്ചു, നമുക്കൊരു പരാതിയില്ല, പക്ഷെ പരസ്യമായിട്ട് പറ. ഞാൻ മനസ്സിൽ വിചാരിക്കും, താങ്കൾ അള്ളാനെയോ ഏതെങ്കിലും സാധാരണ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഹരഹര മഹാദേവ എന്ന് താങ്കൾ വാ കൊണ്ട് ഏറ്റു പറയണം. ഹരഹര മഹാദേവ അള്ളാഹു എന്ന് പറയുന്ന എന്ത് ഹരഹര മഹാദേവ അള്ളാഹുനെ ഈ ഇരട്ടത്താപ്പേ. മുസ്ലിങ്ങളുടെ തിയോളജി, മുസ്ലിങ്ങളുടെ മതം ക്രൈസ്തവന്റെ ഇടക്ക് തിരികെ കയറ്റാൻ വേണ്ടി ഇസ്ലാമിക ശരീഅത്ത് നിയമം ഇങ്ങോട്ടെടുക്കും. അപ്പം വിശദീകരണമൊന്നും പാടില്ല. നിങ്ങൾ ഹൈന്ദവരുടെ എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് നിങ്ങൾ വിശദീകരണം കൊണ്ടുവന്ന് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ട് വേണേ പറയാന്ന്. ഇതാണ് സബാസ്റ്റ്യൻ ബ്രദറെ ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന പോയിന്റ്. നമ്മൾ ഒരു കാണിക്കല്ലേ സഹോദര. ഞാൻ മഹാദേവനെ സ്തുതിക്കുന്നു താങ്കൾക്ക് പറയാവോ? ഞാൻ പരമശിവനെ സ്തുതിക്കുന്നു താങ്കൾക്ക് പറയാവോ? പറ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പോയോ സെബാസ്റ്റ്യൻ ബ്രദറെ, ഈ